മെയിൻ സ്റ്റാക്ക് ഒപ്റ്റിമൈസേഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് എന്തൊക്കെയാണെന്ന് നോക്കിയത്, നമ്മൾ പുതിയൊരു യൂസറിൻ്റെ ഡാറ്റ ക്രിയേറ്റ് ചെയ്തിട്ട് ഡാറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത യൂസേഴ്സിൻ്റെ ഡാറ്റ ഒക്കെ ഫെച്ച് ചെയ്തിട്ട് ക്ലയൻറ്റ് സൈഡിലേക്ക് റെസ്പോൺസ് ആയിട്ട് കൊടുക്കുകയും ചെയ്തു. സോ ബേസിക്കലി നമ്മൾ നിലവിൽ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് MVC ആർക്കിടെക്ചറാണ്. മോഡൽ, വ്യൂ, കൺട്രോളർ. അതിലിപ്പോൾ മോഡൽ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട് എൻഡിൽ റിയാക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യണത്. പിന്നെ സി എന്ന് പറയുന്നത് കൺട്രോളറാണ്. കൺട്രോളർ ലെയറിനകത്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതിലിപ്പോൾ HTTP റിക്വസ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ട്, പിന്നെ ഡാറ്റാബേസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പിന്നെ ബിസിനസ് ലോജിക്ക് വരുന്നുണ്ട്. ബിസിനസ് ലോജിക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാ വരുന്നത്, ഒരു പുതിയൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസേഴ്സിനൊക്കെ ഫ്രണ്ട് എൻഡിലേക്ക് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഇവിടെ ബിസിനസ് ലോജിക്കായിട്ട് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ റെസ്പോൺസ് ചെയ്യുന്നതും ഇവിടെ നിന്നുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതൊരു സ്മോൾ സ്കെയിൽ ആപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷനിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് സ്കെയിലപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാം വന്നിട്ട് ഇപ്പോൾ കൺട്രോളർ ലെയറിലേക്ക് ഡിഫൈൻ ചെയ്യാന്ന് പറയുന്നത് ഒരു ഗുഡ് അപ്രോച്ച് അല്ല. അതിപ്പോൾ ടെസ്റ്റ് ചെയ്യാനാണെങ്കിലും ഡീബഗ് ചെയ്യാനാണെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻ വരുത്താനാണെങ്കിലും, ഇപ്പം നമ്മൾ നിലവിൽ നമ്മുടെ പ്രോജക്റ്റിൽ ഇപ്പോൾ ഏതാണ് MongoDB ഡാറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം SQL ഡാറ്റാബേസിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമ്മൾ ഇതെല്ലാം ഇവിടെ വന്ന് ഇങ്ങനെ മോഡിഫൈ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള ആർക്കിടെക്ചറുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണത്. സോ നമുക്ക് ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള ആർക്കിടെക്ചർ ഏതൊക്കെയാണ്? അപ്പോൾ അതിൽ ക്ലീൻ ആർക്കിടെക്ചർ ഉണ്ട്, പിന്നെ ഓണിയൻ ആർക്കിടെക്ചർ ഉണ്ട്, റിപ്പോസിറ്ററി ആർക്കിടെക്ചർ, മൈക്രോ സർവീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച്, നമ്മുടെ ബിസിനസ് ലോജിക്കൊക്കെ അനുസരിച്ച് നമുക്ക് ഓരോ ആർക്കിടെക്ചറും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ഈ സീരീസിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ലേയേർഡ് ആർക്കിടെക്ചർ ആയിരിക്കും. ലേയേർഡ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഇവിടെ കൺട്രോളറിനകത്ത് ഡിഫൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ലെയറിലേക്കായിട്ട് മാറ്റും. അപ്പം ഓരോ ലെയറിനും ഓരോ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. സോ അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഫ്ലോ ചാർട്ട് വരച്ചിട്ടുണ്ട്. സോ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ യൂസറിൻ്റെ റിക്വസ്റ്റ് ഇവിടേക്ക് വരും. ദെൻ നമ്മളിവിടെ ഒരു റൂട്ട് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. റൂട്ട് ലെയറിൽ നമ്മൾ റൂട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. റൂട്ടിൽ നിന്ന് നേരെ മാപ്പ് ചെയ്യുന്നത് കൺട്രോളർ ലെയറിലേക്കായിരിക്കും. കൺട്രോളർ ലെയറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് HTTP റിക്വസ്റ്റ് റിസീവ് ചെയ്യുക, അതുപോലെ തന്നെ HTTP റെസ്പോൺസ് ആയിട്ട് ക്ലയൻറ്റിന് കൊടുക്കൽ മാത്രമായിരിക്കും കൺട്രോളർ ലെയറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ കൺട്രോളർ കഴിഞ്ഞാൽ നേരെ വരുന്നത് സർവീസ് ലെയറിലേക്കാണ്. സർവീസ് ലെയറിലായിരിക്കും ബിസിനസ് ലോജിക്കും കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യണത്, സർവീസ് ലെയറിലായിരിക്കും. പിന്നെ ഉള്ളത് റെപ്പോസിറ്ററി ലെയർ ഉണ്ട്. റെപ്പോസിറ്ററി ലെയറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡാറ്റാബേസ് ആയിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നടത്തുന്നത് റെപ്പോസിറ്ററി ലെയർ ആയിരിക്കും. ഓക്കെ, ഈ രീതിയിലാണ് ഇതിൻ്റെ ലെയേഴ്സ് വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ DTO ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. DTO എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ ട്രാൻസ്ഫർ ഒബ്ജക്റ്റ് ആണ്. അതായത് നമുക്ക് കിട്ടുന്ന ഡാറ്റയെ ഫിൽട്ടർ ചെയ്യാനും വാലിഡേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് DTO യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് റെസ്പോണ്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫിൽട്രേഷൻ ആവശ്യമുണ്ടെങ്കിൽ DTO യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു സ്ട്രക്ചർ വരുന്നത്, ഇതാണ്. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഇപ്പോൾ ഈ സീരീസിൽ ഫോളോ ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണല്ലോ. അപ്പോൾ ഇത് ഇപ്പോൾ DTO നമ്മളിപ്പോൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ DTO ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക്കലി ഒരു ഫംഗ്ഷൻ ആയിരിക്കും ഡിഫൈൻ ചെയ്യണത്. ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യണത് ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഒബ്ജക്റ്റാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടും വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യണത്. പക്ഷേ ശരിക്കും ആക്ച്വലി DTO ഒക്കെ ഇതിപ്പോൾ ലേയേർഡ് ആർക്കിടെക്ചറൊക്കെ ബെറ്റർ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്. കാരണം ഈ DTO തന്നെ നമ്മളിപ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻ്റർഫേസ് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ടൈപ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ DTO നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇപ്പോൾ ഇത് ചിലപ്പോൾ ബിഗിനർ ലെവൽ ആളുകളൊക്കെ ആയിരിക്കും വാച്ച് ചെയ്യണത്, അല്ലെങ്കിൽ ടൈപ്പ് സ്ക്രിപ്റ്റ് അറിയാത്തവരൊക്കെ ആയിരിക്കും ഈ ചിലപ്പോൾ ഇത് സീരീസ് ഫോളോ ചെയ്യണത്. സോ അതുകൊണ്ടാണ് ഇതിൽ ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷനായിട്ടായിരിക്കും DTO നമ്മൾ ഡിഫൈൻ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതിൽ എന്താണ് DTO ഡിഫൈൻ ചെയ്യാം. DTO ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ VS കോഡിലോട്ട് വന്നു കഴിഞ്ഞാൽ, സോ DTOക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, DTOs എന്ന് പറഞ്ഞിട്ട്.
dto.js. സോ നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് ലീഡ് dto ഒരു ആരോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഇവിടെ ഞാൻ ബേസിക്കലി ശ്രദ്ധിച്ചോ അറിയില്ല, ഫംഗ്ഷൻ്റെ നെയിം കൊടുത്തപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. കാരണം ഇത് ബേസിക്കലി ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ട്രക്ചർ ആണല്ലോ നമ്മൾ റിട്ടേൺ ചെയ്യണത്. സോ അങ്ങനെ വരുമ്പോൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഇവിടെ ഏറ്റവും ഗുഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണതാണ്. നമ്മളിപ്പോൾ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, പിന്നെ ക്ലാസ്, ഇൻ്റർഫേസ്, ടൈപ്സ്, ഇതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്തൊക്കെ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കുമല്ലോ നമ്മൾ ഡിഫൈൻ ചെയ്യണത്, യൂസ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഡിഫൈൻ ചെയ്യണത്. സോ അതുകൊണ്ടാണ് ക്യാപിറ്റൽ ലെറ്റർ ഇവിടെ കൊടുത്തത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത്. സോ ഈ ഫംഗ്ഷനിൽ ഒരു ഡാറ്റ റിസീവ് ചെയ്യും. ദെൻ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യണത് ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഇതിനകത്തായിരിക്കും നമ്മുടെ ഈ പാരാമീറ്ററിൽ ഏത് ഡാറ്റ ആയിരിക്കും? ഈ ഡാറ്റ ആയിരിക്കും. നമ്മൾ പോസ്റ്റ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഉണ്ടല്ലോ, ഈ ഒബ്ജക്റ്റ് ആയിരിക്കും ഇതിലുണ്ടാവണം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ ഫീൽഡുകൾ എടുത്താൽ മതി. നെയിം, ഇമെയിൽ, സ്റ്റാറ്റസ്, സോഴ്സ്, ഇത്രയും ഫീൽഡുകളാണുള്ളത്. സോ നെയിം എന്ന് പറഞ്ഞിട്ട് ലീഡ് ഡോട്ട് നെയിം, പിന്നെ ഏതാണ് ഇമെയിൽ എന്ന് പറയുമ്പോൾ ലീഡ് ഡോട്ട് ഇമെയിൽ, പിന്നെ വരുന്നത് സ്റ്റാറ്റസ് ലീഡ് ഡോട്ട് സ്റ്റാറ്റസ് ആയിരിക്കും. പിന്നെ വരുന്നത് ഏതാണ്? സോഴ്സ് ലീഡ് ഡോട്ട് സോഴ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പം ഇവിടുന്ന് നമ്മൾ പോസ്റ്റ്മാനിൽ ഇപ്പോൾ എക്സ്ട്രാ ഒരു ഫീൽഡ് അയച്ചു എന്ന് വിചാരിക്കുക. ഇപ്പം നമ്മൾ റോൾ എന്ന് പറഞ്ഞിട്ട് അഡ്മിൻ അയക്കാണ്. റോൾ അഡ്മിൻ എന്ന് പറഞ്ഞാൽ അയച്ചാലും പക്ഷേ ഇത് കടത്തി വിടുന്നത് ഏതായിരിക്കും? ഇത്രയും ഫീൽഡുകൾ മാത്രമാണ് ലീഡ് DTO എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫംഗ്ഷൻ കടത്തി വിടുള്ളൂ. നമുക്ക് ലീഡ് ക്രിയേറ്റ് ലീഡ് എന്ന് കൊടുക്കാം. നമുക്ക് ഇത് വേണമല്ലോ, 2 DTO വേണമല്ലോ. റെസ്പോണ്ട് ചെയ്യുന്ന സമയത്തും DTO വേണമല്ലോ. അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് ലീഡ് DTO എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു DTO ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് എക്സ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എക്സ്പോർട്ട് ഇവിടെ വന്ന് എക്സ്പോർട്ട് റെസ്പോൺസ് ലീഡ് DTO എന്ന് കൊടുക്കാം. ഇവിടെ ഇതുപോലെ തന്നെ നമ്മൾ എങ്ങനെയായിരിക്കും ഡാറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്യുന്ന ഡാറ്റ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ DTO യൂസ് ചെയ്യണത്. സോ നമുക്കിവിടെ ലീഡ് ഡാറ്റ ഇവിടെ വരും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ റിട്ടേൺ ചെയ്യണത് ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് ഏറ്റവും അവസാനം ഇത് ഡിഫൈൻ ചെയ്യാം ഇതിലുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിപ്പോൾ DTO കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് റെപ്പോസിറ്ററി ഡിഫൈൻ ചെയ്യാം. കാരണം ഇത് എൻ്റെ ഫ്ലോ ചാർട്ട് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം വരുന്നത് നമുക്ക് ആദ്യം നമുക്ക് ഡിഫൈൻ ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത് റെപ്പോസിറ്ററി ലെയർ ആണ്. സോ അതിന് വേണ്ടിയിട്ട് റെപ്പോസിറ്ററീസ് എന്ന് കൊടുക്കാം. റെപ്പോസിറ്ററീസ് ലീഡ് റെപ്പോസിറ്ററി ഡോട്ട് JS. ഇതിലെങ്ങനെയായിരിക്കും? നമ്മൾ ലീഡ് റെപ്പോസിറ്ററിക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യും. ക്ലാസ് ലീഡ് റെപ്പോസിറ്ററി ന്യൂ ലീഡ് റെപ്പോസിറ്ററി. ദെൻ ഇതായിരിക്കും നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്. എക്സ്പോർട്ട് ഡിഫോൾട്ട് ന്യൂ ലീഡ് റെപ്പോസിറ്ററി. സോ ഇതിനകത്ത് നമുക്ക് യൂസറിനെ ക്രിയേറ്റ് ചെയ്യാനും പിന്നെ ഡാറ്റ ഫെച്ച് ചെയ്യാനും വേണ്ടിയിട്ടുള്ള 2 മെത്തേഡുകൾ ഡിഫൈൻ ചെയ്യാം. അത് അസിങ്ക് ഫംഗ്ഷൻ ആയിരിക്കും, അസിങ്ക് മെത്തേഡ് ആയിരിക്കും. അസിങ്ക് പിന്നെ ഏതാണ് പേര് എങ്ങനെ കൊടുക്കാം? പേര് ക്രിയേറ്റ് ലീഡ് കൊടുക്കാം. ക്രിയേറ്റ് ലീഡ്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യണത്? നമ്മളിവിടെ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഡാറ്റ സർവീസ് ലെയറിൽ നിന്ന് ഇവിടുന്ന് പാസ് ചെയ്തിട്ടുണ്ടാകും. ഈ ഡാറ്റ വെച്ചിട്ടായിരിക്കും ഡാറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യണത്.
നമുക്കിവിടെ ലീഡ് ഡേറ്റ നടക്കാം. ലീഡ് ഡേറ്റ ഇവിടുന്ന് എന്ത് കോൾ ചെയ്യും? ലീഡിന് കോൾ ചെയ്യും. നമ്മുടെ മോഡൽ ഇവിടെ യൂസ് ചെയ്യണമല്ലോ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നില്ല. സോ നമുക്കിവിടെ ഏതാണ് മോഡൽസ് ലീഡ്, ഇത് ഓപ്പൺ ആക്കി വെച്ചേക്കാം. ലീഡ് ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. എക്സ്റ്റൻഷൻ ആഡ് ചെയ്തേക്കാം JS. ഓക്കെ, സോ ലീഡ് അപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് ഇതാണ്, ക്രിയേറ്റ് അല്ലേ, ക്രിയേറ്റ്. അപ്പോൾ നമ്മൾ റിസീവ് ചെയ്യുന്ന ഡാറ്റ ആയിരിക്കും ഇവിടുന്ന് പാസ് ചെയ്യുന്നത്, ലീഡ് ഡാറ്റ. ഓക്കെ, സോ ഇത് അസിങ്ക് ആണ്, സോ ഇത് വെയിറ്റ് ആയിരിക്കണം. ഇത് റിട്ടേൺ ചെയ്യാൻ മറക്കരുത്, നേരെ സർവീസ് ലെയറിലേക്ക് റിട്ടേൺ ചെയ്യാനുള്ളതാണ് ഡാറ്റ ഫെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്. ഇനി അടുത്ത ഫംഗ്ഷൻ ഏതാണ്? നമ്മൾ ഫെച്ച് ചെയ്യുന്ന സമയത്തുള്ള ഫംഗ്ഷൻ. സോ അതെന്തായിരിക്കും? അസിങ്ക് ഫംഗ്ഷൻ. അത് ഗെറ്റ് ലീഡ് നടക്കാം. ഗെറ്റ് ലീഡ് ഇല്ല, അത് റിസീവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഫെച്ച് ചെയ്തിട്ട് ഇവിടെ എങ്ങനെയായിരിക്കും? ഫെച്ച് ചെയ്യാൻ വേണ്ടിയുള്ള സമയത്ത് നമ്മൾ ഡാറ്റ റിസീവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ജസ്റ്റ് ഫെച്ച് ചെയ്യാം, തിരിച്ചു കൊടുത്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ ഇവിടെ പാരാമീറ്ററിലൊന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്താൽ മതി? ലീഡ് ഡോട്ട് ഫൈൻഡ് യൂസ് ചെയ്താൽ മതി. സോ നമ്മളിവിടെ അവൈറ്റ് കീവേഡ് യൂസ് ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് ലീഡ് റെപ്പോസിറ്ററി ക്ലാസ് ഡിഫൈൻ ചെയ്യണത്. ഇനി അടുത്തത് ഏതാണ്? നമുക്ക് സർവീസ് ലെയറിൽ. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ സർവീസസ് ഇവിടെ എങ്ങനെ കൊടുക്കാം? ലീഡ് സർവീസ് ഡോട്ട് JS. സോ സർവീസിന് വേണ്ടിയിട്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ് ലീഡ് സർവീസ്, ഇത് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ഡിഫോൾട്ട് ന്യൂ ലീഡ് സർവീസ്. അസിങ്ക് ക്രിയേറ്റ് ലീഡ്, ദെൻ ഇവിടെ സർവീസ് ലെയറിൽ റിസീവ് ചെയ്യുന്നത് കൺട്രോൾ ലെയറിൽ നിന്ന് പാസ് ചെയ്യുന്ന ഡാറ്റ ആയിരിക്കും നമ്മളിവിടെ റിസീവ് ചെയ്യണത്. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ റെപ്പോസിറ്ററി ലെയറിലേക്ക് പാസ് ചെയ്യും. സോ ഇവിടെ ഡാറ്റ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡ് ഡാറ്റ കൊടുക്കുകയാണ്. സോ ഇവിടുന്ന് എന്ത് ചെയ്യണം? അവൈറ്റ് പിന്നെ ലീഡ് റെപ്പോസിറ്ററി ഡോട്ട് ക്രിയേറ്റ് ലീഡ്, ഇത് കോൾ ചെയ്യുന്ന സമയത്ത് ലീഡ് ഡാറ്റ നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്നു. ദെൻ നമുക്ക് ഇവിടെ അവസാനം ഇവിടെ നമുക്ക് റിസൾട്ട് കിട്ടും, കോൺസ്റ്റ് ലീഡ് എന്ന് പറഞ്ഞിട്ട് റെപ്പോസിറ്ററി ലെയറിൽ നിന്ന് നമുക്ക് ഡാറ്റ കിട്ടും. ഈ ഡാറ്റ നമ്മൾ എവിടേക്ക് പാസ് ചെയ്യും? നമുക്ക് തിരിച്ച് കിട്ടുമല്ലോ, ഡാറ്റ കിട്ടുമല്ലോ, അത് നമ്മൾ കൺട്രോളർ ലെയറിലേക്ക് പാസ് ചെയ്യും. പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ചെയ്യും, DTO യൂസ് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും കൺട്രോളർ ലെയറിലേക്ക് പാസ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ വന്നിട്ട് റിട്ടേൺ കീവേഡ് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ DTO എവിടെയായിരുന്നു? DTOയുടെ പേര് റെസ്പോൺസ് ലീഡ് DTO. റെസ്പോൺസ് ലീഡ് DTO കോൾ ചെയ്തിട്ട് അതിനകത്തേ കൂടെ ആയിരിക്കും ഇത് പാസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ കോമ്പസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്ത ഡാറ്റ കണ്ടില്ല. ഇതിലിപ്പോൾ ഈ വെർഷനിലെ ഇത് -v കൊടുത്തേണത് നമ്മളിപ്പോൾ ഡോക്യുമെന്റ് എത്ര തവണയാണ് മോഡിഫൈ ചെയ്യണത് അതനുസരിച്ച് കൗണ്ട് മാറിക്കൊണ്ടിരിക്കും. സോ ബേസിക്കലി ഇത് ഡാറ്റ MongoDBയുടെ ഇന്റേണൽ ഇതിന് വേണ്ടിയിട്ടാണ് ഇത് കീപ്പ് ചെയ്യണത്. ഓക്കെ, സോ ഇത് ബേസിക്കലി നമുക്ക് യൂസറിന് പാസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇത് ഒഴികെയുള്ള ബാക്കിയെല്ലാ ഫീൽഡുകളും നമുക്ക് യൂസറിന് പാസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ നമ്മളിത് ബാലൻസ് നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ കുറച്ച് ഡിഫൈൻ ചെയ്യേണ്ടതാണല്ലോ. സോ ഇങ്ങനെ കിട്ടുന്ന ഡാറ്റ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ അങ്ങനെ വരുന്ന സമയത്ത് അതിലെന്തുണ്ടാവും? ID ഉണ്ടാവണം. ID എന്ന് പറയുന്നത് ലീഡ് ഡോട്ട് ID ഉണ്ടാവും, പിന്നെ നെയിം, പിന്നെ ലീഡ് ഡോട്ട് നെയിം, പിന്നെ ഏതായിരുന്നു ഇമെയിൽ,
ലീഡ് ഡോട്ട് ഇമെയിൽ. തൽക്കാലം നമുക്ക് ഇത്രയും സെൻഡ് ചെയ്താൽ മതി, ഫ്രണ്ട് എൻഡിലേക്ക് ഇത്രയും സെൻഡ് ചെയ്താൽ മതി എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമ്മൾ ലീഡ് സർവീസ് കഴിഞ്ഞു, ഇനി ക്രിയേറ്റ് ചെയ്യാനുള്ളത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ഫെച്ച് ചെയ്യാനുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് അടുത്ത മെത്തേഡ് ഡിഫൈൻ ചെയ്യണം. ഓൾ ലീഡ് നോക്കാം. ഓൾ ലീഡ് അവൈറ്റ് ലീഡ് റെപ്പോസിറ്ററി ഡോട്ട് ഗെറ്റ് ലീഡ് കോൾ ചെയ്യുന്നു. നമുക്ക് റെപ്പോസിറ്ററിയിൽ നിന്ന് ആ ഡാറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്ത എല്ലാ ഡാറ്റയും നമ്മൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്യണം. ദെൻ നമുക്കൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം, കോൺസ്റ്റ് ലീഡ്സ് എന്ന് പറഞ്ഞിട്ട്. സോ ഈ ലീഡ്സിൽ എന്തുണ്ടാവും, നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്തെടുത്തിട്ടുള്ള അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടാവണം. ഓക്കെ, ഇതിൽ അറേയിൽ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ആയിട്ടാണല്ലോ ഡോക്യുമെന്റ്സ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പക്ഷേ നമ്മൾ DTO സെറ്റ് ചെയ്തേക്കണം എങ്ങനെയാണ്, DTO എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടാണല്ലോ. സോ നമുക്ക് അത് DTO വഴി നമുക്ക് അത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യണം, ലൂപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ നമുക്കിവിടെ ലീഡ്സ് ഡോട്ട് മാപ്പ് മെത്തേഡ് യൂസ് ചെയ്യാം. അതിനകത്തൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഉണ്ടാവും. സോ അതിൽ ലീഡ്, സോ ഇവിടെ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ DTO കോൾ ചെയ്യണത്. ലീഡ് റെസ്പോൺസ്, അതിൻ്റെ പേരെന്തായിരുന്നു, ലീഡ് റെസ്പോൺസ് ലീഡ്. റെസ്പോൺസ് ലീഡ് DTO. ഇതിനകത്തായിരിക്കും നമ്മൾ ഈ ലീഡ്സിനെ പാസ് ചെയ്യുന്നത്. ലീഡ്സ് അല്ല, ലീഡ് ഒറ്റ ഒബ്ജക്റ്റ് ആണല്ലോ. സോ ഇത് റിട്ടേൺ ചെയ്യാൻ മറക്കരുത്, റിട്ടേൺ. സോ അപ്പോൾ നമ്മൾ സർവീസ് ലെയറിൽ നിന്നുള്ള ഡാറ്റ കൺട്രോളറിലേക്ക് DTO യൂസ് ചെയ്തിട്ട് പാസ് ചെയ്തിട്ടുണ്ട്. ഇനി കൺട്രോളർ ലെയറിൽ വന്നു കഴിഞ്ഞാൽ ലീഡ് കൺട്രോളർ. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് ക്ലയൻറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഡാറ്റ നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ DTO യൂസ് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും ആ ഡാറ്റ കൺട്രോളർ ലെയറിൽ റിസീവ് ചെയ്യണത്. സോ നമ്മൾ റിക്വസ്റ്റ്, ആ DTOൻ്റെ പേര് ഏതായിരുന്നു, ക്രിയേറ്റ് ലീഡ് DTO. ക്രിയേറ്റ് ലീഡ് DTO. ഇതിനകത്തായിരിക്കും റിക്വസ്റ്റ് ഡോട്ട് ബോഡി എടുക്കുന്നത്. ദെൻ അതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം, കോൺസ്റ്റ് ലീഡ് ഡാറ്റ. ഓക്കെ, ഇതായിരിക്കും ഇനി നമ്മൾ തൊട്ടടുത്ത ഏതാണ് സർവീസാണ്, ഇവിടുന്ന് കോൾ ചെയ്യണം. സോ അവൈറ്റ് ലീഡ് സർവീസ് ഡോട്ട് ക്രിയേറ്റ് ലീഡ്. ഇതിൽ നമ്മൾ ഈ ഡാറ്റ പാസ് ചെയ്യണം. അങ്ങനെ നമുക്ക് ഇവിടുന്ന് റിട്ടേൺ ഡാറ്റ കിട്ടും, കോൺസ്റ്റ് ലീഡ്. നമ്മൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം തിരിച്ച് നമുക്ക് അത് ഫ്രണ്ട് എൻഡിലേക്ക് പാസ് ചെയ്യണമല്ലോ, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഡാറ്റ നമുക്ക് ഇവിടെ കിട്ടും. സോ അത് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് ഡോട്ട് JSON വഴി ഈ ഡാറ്റ നമ്മൾ ക്ലയൻറ്റിന് സെൻഡ് ചെയ്ത് കൊടുക്കും. ഇനി അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ്, ലീഡ് സർവീസ് ഡോട്ട് ഗെറ്റ്, പേര് എങ്ങനെയായിരുന്നു, ലീഡ് സർവീസ് ഗെറ്റ് ഓൾ ലീഡ്. ഗെറ്റ് ഓൾ ലീഡ്. അപ്പോൾ നമുക്ക് എല്ലാ ലീഡ്സും കിട്ടി. ഈ ലീഡ്സ് ആയിരിക്കും ഫ്രണ്ട് ക്ലയൻറ്റ് സൈഡിൽ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. ലീഡ് സർവീസിൽ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാം, .js. ഓക്കെ, ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ സെൻഡ് ചെയ്യുന്നു,
ഓക്കെ, സോ നമുക്കവിടെ പുതിയ ഡാറ്റ നമ്മുടെ ഡാറ്റാബേസിൽ സ്റ്റോർ ആയിട്ടുണ്ട്. ഒന്ന് റിഫ്രഷ് ചെയ്യാം. പുതിയ ഡാറ്റ സ്റ്റോർ ആയിട്ടുണ്ട്. സോ പക്ഷേ നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഈ 3 ഫീൽഡുകൾ മാത്രമാണ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഫ്രണ്ട് എൻഡിലേക്ക് സെൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ സപ്പോസ് ഇവിടെ ഇപ്പോൾ ഒരു അഡീഷണൽ ഫീൽഡ് ഇപ്പോൾ ആഡ് ചെയ്യുകയാണെങ്കിലും അത് നമുക്കവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം റോൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പം അഡ്മിൻ കൊടുത്താലും നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ ഒബ്ജക്റ്റ് അത് ഫിൽട്ടർ ചെയ്തിരിക്കും. സോ ഇവിടെ സെൻഡ് ചെയ്താലും സോ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇവിടെ സോ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ മെയിൽ യൂണിക് ആണല്ലോ കൊടുക്കുന്നത്. സോ ഒരു എസ് ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ഡാറ്റാബേസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അവിടെ നിന്ന് അഡ്മിൻ സെൻഡ് ചെയ്തെങ്കിലും നമ്മളുടെ DTO വഴി ഫിൽട്ടർ ചെയ്തിട്ടാണ് അടുത്ത ലെയറുകളിലേക്ക് അത് പാസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഗെറ്റ് ലീഡ്സ് നോക്കാൻ വർക്ക് ചെയ്യേണ്ടതെന്ന് സെൻഡ്. സോ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ഡേറ്റയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളവിടെ DTOയിൽ സ്പെസിഫൈ ചെയ്ത ഫീൽഡുകൾ മാത്രമാണ് നമുക്ക് റെസ്പോൺസ് ആയിട്ട് കിട്ടുകയാണത്. സോ ഈ രീതിയിലാണ് നമ്മൾ MVC ആർക്കിടെക്ചറിനെ ലേയേർഡ് ആർക്കിടെക്ചറായിട്ട് കൺവേർട്ട് ചെയ്യണത്. ഓക്കെ, സോ ഇതിൻ്റെ കൺസെപ്റ്റൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.